നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിട്ട് മണി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പണി കൊടുക്കുന്നത് ഇറാനിട്ടല്ല, മറിച്ച് ഈ ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾക്കുമിട്ടാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിട്ട് അദ്ദേഹം നല്ല പണി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് എമ്പാടും ഓയിൽ ക്ഷാമമുണ്ട്, ഗ്യാസ് ക്ഷാമമുണ്ട്. നമ്മുടെ രാജ്യം അത് നേരിടുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പെട്രോളും ഡീസലും ഇനിയും കുറേശ്ശെ മാത്രമേ ഉപയോഗിക്കാവൂ, നമ്മൾ സ്വയം പര്യാപ്തത നേടണം, നമ്മൾ ഇറക്കുമതികളിൽ അധികം ആശ്രയിക്കരുത്, നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടുള്ള എണ്ണയൊഴുക്കും ഗ്യാസിൻ്റെ വരവും ഗണ്യമായിട്ട് കുറഞ്ഞതുകൊണ്ടാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഡൊണാൾഡ് ട്രംപാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഇഷ്ടം പോലെ എണ്ണ വിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ കയ്യിൽ എണ്ണ സ്റ്റോക്കുണ്ട് ആവശ്യം പോലെ. അതുകൂടാതെ അമേരിക്ക വെനസ്വേലയിൽ നിന്നും എടുക്കുന്ന എണ്ണ വിറ്റഴിക്കുന്നുണ്ട്, അതും അവരുടെ ഉടമസ്ഥതയിലാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അമേരിക്കയ്ക്ക് നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വലിയ വിലയ്ക്കാണ് അവരെണ്ണ വിൽക്കുന്നത്. മറുഭാഗത്ത് ഇറാൻ്റെ ചരക്ക് കപ്പലുകൾ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല, ഇറാൻ്റെ എണ്ണ വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് അമേരിക്ക അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇറാൻ അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇറാൻ ഒരു ദിവസം ഏതാണ്ട് 17 മുതൽ 18 ലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഇപ്പോഴും വിൽക്കുന്നുണ്ട്. ഇത് പോകുന്നത് 90% ചൈനയിലേക്കാണ്. ചൈനയിലേക്കുള്ള ഒരു ഷിപ്മെൻറ്റ് പോലും അമേരിക്ക തടയില്ല. തടഞ്ഞാൽ തന്നെ അതിനെ മറികടക്കാൻ ഇറാന് കഴിയും. തന്നെയുമല്ല, ഇറാൻ ഒരു അഡ്വാൻറ്റേജ് കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലിന് വില കൂടിയതുകൊണ്ട് അവരുടെ വരുമാനം കൂടി. കാരണം നേരത്തെ 60, 70 ആ റേഞ്ചിൽ കിടന്നിരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ 100, 110, 120 ആ വിലയിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഗുണവും ഇറാന് കിട്ടുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമൂസ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അമേരിക്കയ്ക്കും ഇറാനും ഗുണം മാത്രമേ ഉള്ളൂ. അതുവഴി പോകുന്ന കപ്പലുകളെ കടത്തിവിടണമെങ്കിൽ ഇറാൻ അവരുടെ പക്കൽ നിന്നും ഫീസ് മേടിക്കുന്നുണ്ട്. IRGCയുടെ പെർമിഷൻ ഇല്ലാതെ ഹോർമൂസ് കടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും ഇറാന് വരുമാനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇറാൻ യുദ്ധം മൂലം അമേരിക്കയ്ക്കും ഇറാനും കുഴപ്പമൊന്നുമില്ല, കുഴപ്പം മൊത്തം മറ്റ് രാജ്യങ്ങൾക്കാണ്. ഇവിടെ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്താണ് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ തന്നെ വായിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ട്രംപ്. അതായത് പഴയതുപോലെ അമേരിക്ക ഇനിയും രാജ്യങ്ങളെ ഒന്നും സഹായിക്കാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം സ്വന്തമായിട്ട് നോക്കിക്കോണം. ഇത് വളരെ വലിയൊരു സൂചനയായിരുന്നു. അമേരിക്ക ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളുടെ മേലും അവരുടെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തത് അവർക്കൊക്കെ പണം കൊടുത്തുകൊണ്ടും അവർക്കൊക്കെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടും അവിടെയൊക്കെ മിലിറ്ററി ബേസുകളൊക്കെ ഉണ്ടായിക്കൊണ്ടുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമേരിക്കൻ സ്വാധീനം ഉണ്ടാക്കിയെടുത്തത് യഥാർത്ഥത്തിൽ അമേരിക്ക ഭരിക്കുന്നവർ ആരുമായിരുന്നില്ല, മറിച്ച് അമേരിക്കയിലൂടെ ലോകത്തെ നിയന്ത്രിക്കാൻ അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അതായത് ഇല്യൂമിനാറ്റികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ടീം. അമേരിക്കയിൽ ഭരണത്തിൽ വരുന്ന പ്രസിഡന്റുമാരെ തങ്ങളുടെ വരുതിയിൽ നിർത്തി ഈ പ്രസിഡന്റുമാരൊക്കെ ഇവർക്ക് വേണ്ടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇവരുടെ ഐഡിയാസാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് വിവിധയിടങ്ങളിൽ അമേരിക്കൻ ബേസുകൾ വന്നതും അമേരിക്ക ഒരു ലോക പോലീസിൻ്റെ റോളിലേക്ക് വളർന്നതും. എന്നാൽ ആ ലോക പോലീസ് സ്ഥാനത്ത് നിന്നും അമേരിക്കയെ വലിച്ച് താഴെയിടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇനിയും അമേരിക്ക ആരെയും ഒന്നും നൽകി സഹായിക്കാൻ പോകുന്നില്ല. ഉക്രൈന് അതിനു മുമ്പിരുന്ന സർക്കാർ, ബൈഡൻ സർക്കാർ നല്ലപോലെ സഹായങ്ങൾ കൊടുക്കുമായിരുന്നാൽ ട്രംപ് വന്ന ശേഷം ആ സഹായങ്ങളൊക്കെ വെട്ടിക്കുറച്ചു. ഒരുപാട് രാജ്യങ്ങൾക്ക് അത്തരത്തിൽ ട്രംപ് കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങളൊക്കെ വെട്ടിക്കുറച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്നോണം എന്ന ഒരു ധ്വനി ഉണ്ടാക്കി. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ഈ ഇറാൻ അമേരിക്കൻ യുദ്ധം വന്നപ്പോൾ ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് അമേരിക്കയെ അടിക്കാൻ പറ്റില്ല, ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക അങ്ങ് ദൂരെയാണ്, അപ്പോൾ അവിടെ ചെന്ന് അവരെ അടിക്കാനും മാത്രമുള്ള സാങ്കേതിക വിദ്യയൊന്നും അല്ലെങ്കിൽ മിലിറ്ററി ശേഷിയൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ റീച്ചിൽ വരുന്ന അമേരിക്കൻ ബേസുകളെ ആയിരിക്കും ഞങ്ങൾ ആക്രമിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സ്വത്തുക്കൾ എവിടെയെല്ലാം ഞങ്ങളുടെ പരിധിക്കുള്ളിൽ വരുന്നുണ്ടോ അവയെല്ലാം ഞങ്ങൾ ആക്രമിക്കും. നമുക്കറിയാം, ഇതെല്ലാം കിടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങളിലാണ്. സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും അതുപോലെ തന്നെ UAEയിലുമൊക്കെയാണ് അമേരിക്കൻ ബേസുകളുള്ളത്. അവിടെയെല്ലാം അമേരിക്കയ്ക്ക് ആർമിയുണ്ട്, നേവൽ ബേസുകളുണ്ട്. അപ്പോൾ
ഇതിന് നേരെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇറാഖിലുണ്ട്, ജോർദാനിലുണ്ട്, പലയിടത്തുണ്ട്. ഇറാൻ അത് ചെയ്യുമെന്ന് ട്രംപിനറിയാമായിരുന്നു. എന്നിട്ടും ട്രംപ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു. ഇറാൻ അവിടെയുള്ള അമേരിക്കൻ ബേസുകളെല്ലാം തകർത്തു. നമ്മൾ കേട്ടതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. വളരെ വളരെ വലിയ ആക്രമണമാണ് ഇറാൻ അവിടെ നടത്തിയത്. അമേരിക്കൻ ബേസുകളൊക്കെ അവർ അടിച്ച് തവിട് പൊടിയാക്കി. അങ്ങനെ ആ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ആ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും, എന്നാൽ ഇറാൻ നടത്താത്ത ചില ആക്രമണങ്ങൾ ഇസ്രായേലും അമേരിക്കയും നടത്തി അവരും ഇറാനും തമ്മിൽ ശത്രുത ഉണ്ടാക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് UAE-ൽ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് വാർത്തയിൽ വന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞ് ഞങ്ങളവിടെ ആക്രമിച്ചിട്ടില്ല. നമുക്കറിയാം ഇറാൻ സത്യസന്ധതയുള്ള ഒരു രാജ്യമാണ്. അവർ ആക്രമിച്ചാൽ ആക്രമിച്ചെന്ന് തന്നെ പറയും. അത് യാതൊരു മടി അവർക്കില്ല. പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയത്തുള്ളൂ. എന്നാൽ ചതിയും വഞ്ചനയും നടത്തുന്ന ഇസ്രായേലും അമേരിക്കയും ഇറാനും UAE-യും തമ്മിലൊക്കെ തെറ്റാൻ വേണ്ടി അത്തരത്തിലുള്ള ചില കളികൾ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകൾ ഇറാൻ തകർക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. കാരണം അങ്ങനെ അവ തകർന്നു കഴിയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കും. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കും. അല്ലെങ്കിൽ അവരെല്ലാം കൂടി ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കി അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തിട്ടൂരങ്ങൾ അനുസരിക്കേണ്ട ഗതികേടില്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഈ രാജ്യങ്ങളെ എത്തിക്കണം എന്ന് ട്രംപിന് ആഗ്രഹമുണ്ട്. അതിന് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് അവിടുത്തെ ജനങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെയെല്ലാം സ്വന്തം കാലിൽ നിർത്താനുള്ള, അമേരിക്കയുടെ അടിമത്തത്തിൽ നിന്നും അമേരിക്കയുടെ ഡിപ്പെൻഡൻസിൽ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഇറാനെ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും എപ്പോഴും ഇറക്കുമതിക്ക് പിന്നാലെ പോയിരുന്നവരാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹം ബിപിൻ റാവത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൊല്ലപ്പെട്ടു ഒരു ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ. അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇല്യൂമിനാറ്റീസിൻ്റെ കൈകൾ കൊണ്ടാണെന്ന് ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുമാനമുണ്ട്. കാരണം അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ ഡിപ്പെൻഡ് ആകുന്നതിനെ ശക്തമായിട്ട് എതിർത്ത ഒരാളും, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളും അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളുമാണ്. കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഒരു ബയോവാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും, നമ്മളതിവിടെ ഉണ്ടാക്കി തുടങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റുകളാണ്. നമ്മുടെ രാജ്യം അത് സ്വയം ഉണ്ടാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ വിദേശികളെ ഡിപ്പെൻഡ് ചെയ്യരുത്, നമ്മൾ ഒരു കാര്യത്തിനും വിദേശ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു പക്ഷക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം നമ്മുടെ രാജ്യം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ തോതിൽ ബിസിനസ് നഷ്ടപ്പെടും എന്ന് മനസ്സിലായ ആരോ ആണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത് എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒന്നായിരുന്നു. അത് സാധാരണ മട്ടിൽ ഒരിക്കലും സംഭവിക്കുന്ന ഒരു ആക്സിഡൻ്റ് അല്ല. 2 എഞ്ചിനുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അവിടെ നല്ലപോലെ ഹെലികോപ്റ്റർ പറത്തി പരിചയമുള്ള ഒരു പൈലറ്റായിരുന്നു അത് പറത്തിയിരുന്നത്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ അത് സംഭവിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞത്, എല്ലാ രാജ്യങ്ങളും ഇതേപോലെ സ്വയം പര്യാപ്തതയിലേക്ക് മടങ്ങിപ്പോയി സ്വന്തം കാലിൽ നിൽക്കണം. അതിനുവേണ്ടിയാണ് ട്രംപ് രാജ്യങ്ങളെല്ലാം വെറുപ്പിക്കുന്നത്. യൂറോപ്പിനെ വെറുപ്പിച്ചു, ഇംഗ്ലണ്ടിനെ വെറുപ്പിച്ചു, ഇന്ത്യയെ വെറുപ്പിച്ചു, ചൈന റഷ്യയൊക്കെ നേരത്തെ തന്നെ വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. തന്നെയല്ല, നമ്മളൊരു കാര്യം കൂടി കാണുന്നുണ്ട്. അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളെന്ന് പറയുന്ന ചൈനയോടും റഷ്യയോടും ട്രംപിന് ഭയങ്കര സ്നേഹമാണ്. അവരോട് അദ്ദേഹത്തിന് സാധാരണ മട്ടിൽ അമേരിക്കൻ ഭരണകൂടങ്ങൾക്കുള്ള ശത്രുതയില്ല. പുടിൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ മൊത്തത്തിൽ അമേരിക്ക ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കളിൽ നിന്നും വേറിട്ട ഒരു സമീപനമാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും താൽക്കാലികമായിട്ട് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ ഫ്രീഡത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹം ഇറാനെ അതിലേക്കായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇറാനുമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ട്രംപിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം ഈ ഹോർമോസ് ഇറാനെ കൊണ്ട് തുറപ്പിക്കാത്തത് ഗൾഫ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകണം. അവർ ആൾട്ടർനേറ്റീവ് വഴി തേടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലുമൊക്കെ ചില രാജ്യങ്ങളിൽ ചില ആൾക്കാരിൽ ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കാതെ അവരതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഒപെക് എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും UAE പുറത്തു പോയതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ പ്രേരണ മൂലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒപെക് ആണ് എണ്ണവില നിയന്ത്രിക്കുന്നത്. ഈ ലോകത്ത്
എത്രമാത്രം എണ്ണ അവർ കുഴിച്ചെടുത്താലും ശരി അതിന് വില നിശ്ചയിക്കുന്നവരാണ്. ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കുകയുള്ളൂ എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിലയ്ക്ക് അത് കിട്ടുകയുള്ളൂ. നമുക്കറിയാം, മോദിക്ക് മുമ്പ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ കൂടുതലായിരുന്നു. അത് പ്രൊഡക്ഷൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ആ സമയത്ത് കുറേ തിയറികളൊക്കെ കേൾക്കും, ഓയിൽ റിസർവ് ഇനി ഇത്ര വർഷത്തേക്ക് കൂടി മാത്രമേ ഉള്ളൂ, ഓയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വെറും തട്ടിപ്പാണ്. ഓയിൽ റിസർവ് ഒന്നും ഒരിക്കലും ഇല്ലാതാവില്ല. ആവശ്യം പോലെ ഓയിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭൂമിക്കടിയിലെ ചില പ്രോസസ്സുകൾ മൂലമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓയിൽ അവർ എത്രയധികം കുഴിച്ചെടുത്താലും ശരി, വെറുതെ കൊണ്ട് കളഞ്ഞാലും ശരി, അതിന് വില കുറയാൻ സമ്മതിക്കത്തില്ല. അവർ വലിയ വിലയ്ക്ക് വിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യു എക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. യു എക്ക് അവരുടെ ഇഷ്ടപ്രകാരം വിലയിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ ആക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അവർക്ക് ഓയിൽ ഒഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒപ്പൊക്കെ പറയുന്നത് പോലെയൊക്കെ അവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തു വരുന്നതോടുകൂടി യു എക്ക് പിന്നെ അവരുടെ ഓയിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കുഴിച്ചെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിൽക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങളെയും വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന സംഘടനകൾ. ട്രംപ് നമുക്കറിയാമല്ലോ, അദ്ദേഹം വന്ന സമയത്ത് തന്നെ യുണൈറ്റഡ് നേഷൻസിൽ നിന്നുമൊക്കെ അമേരിക്ക പിൻവലിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏതാണ്ട് 66 സ്ഥാപനങ്ങളിൽ നിന്നും അമേരിക്കയെ അദ്ദേഹം വിടുതൽ ചെയ്തു. അതുകൂടാതെ WHO നിന്ന് അദ്ദേഹം അമേരിക്കയെ മാറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൻ്റെ സംഘടനകളുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് മാത്രമേ രാജ്യങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ നാട്ടിൽ നടന്ന കൊറോണ നാടകം WHO ഭാഗമായതുകൊണ്ട് പറ്റിയ കുഴപ്പമാണ്. WHO ഭാഗമല്ലായിരുന്നെങ്കിൽ നമുക്കതനുസരിക്കേണ്ട കാര്യമില്ല. ഇനി WHO ഭാഗമാണെങ്കിൽ പോലും തൻ്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അപ്പോഴും അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അതെല്ലാം അനുസരിച്ച് ജനങ്ങളെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഓരോരോ രാജ്യങ്ങളും ഇരകളായിട്ട് മാറുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലൂടെയാണ്. അപ്പോൾ അതിനെല്ലാം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ട്രംപ് ലെക്ക് കെട്ടതുപോലെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇറാനെ തകർക്കുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഇറാനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇറാനുമായിട്ടൊരു ഡീലിലെത്താത്തത്. എന്നാൽ മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇറാനെ സംബന്ധിച്ച് ഡീലിലെത്തിയാലും എത്തിയില്ലെങ്കിലും അവരുടെ കച്ചവടം നല്ലപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതും ട്രംപിനറിയാം. അമേരിക്കയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. കുഴപ്പമുള്ളത് മറ്റ് രാജ്യങ്ങൾക്കാണ്. നമ്മുടെ രാജ്യത്തിന് ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾക്കാണ് കുഴപ്പമുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇനിയും അങ്ങോട്ട് മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറച്ച് മറ്റുള്ളവർ തങ്ങൾക്ക് സെക്യൂരിറ്റി തരും. ഇപ്പോൾ അമേരിക്ക സെക്യൂരിറ്റി തരും എന്ന് കരുതി കിടന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഈ അമേരിക്കൻ താവളങ്ങൾ കൊണ്ട് യാതൊരു ഗുണവും തങ്ങൾക്കുണ്ടായിട്ടില്ല. അതവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായി. ഈ താവളങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇറാൻ ഒരിക്കലും അവരെ ആക്രമിക്കില്ല. ഇപ്പോൾ യു എയിൽ അമേരിക്കൻ താവളം ഉള്ളതുകൊണ്ടാണ് യു എ ആക്രമിച്ചത്. ഇല്ലെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അമേരിക്കൻ താവളങ്ങൾ നിങ്ങൾക്ക് നാളെയും വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഈ സാധനമെല്ലാം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ അവരോട് പറഞ്ഞോണം എന്നുള്ള ഇറാൻ്റെ സന്ദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും ഇൻഡയറക്റ്റായിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ യുദ്ധം എന്ന് പറയുന്നത് പണ്ട് നടന്ന ലോകമഹായുദ്ധം പോലെയൊന്നുമല്ല, നാശത്തിന് വേണ്ടിയുള്ളൊരു യുദ്ധമല്ല, മറിച്ച് മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാറ്റം ഗ്രാജുവലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ഏതാണ്ടൊരു പൂർണ്ണതയിൽ എത്തുന്നത് വരെ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം നടന്നുകൊണ്ടേയിരിക്കും. അതുവരെ ഇത് നിൽക്കാൻ പോകുന്നില്ല. കാരണം സഹി കെട്ട് കഴിയുന്ന എല്ലാ രാജ്യങ്ങളും മാറി ചിന്തിക്കാൻ തുടങ്ങും. പെട്ടെന്ന് അവർ ആ പഴയ കംഫർട്ട് സോണിലേക്ക് തിരികെ പോയി കഴിഞ്ഞാൽ വീണ്ടും എല്ലാം പഴയപടിയാകും. അങ്ങനെ പഴയപടിയാകരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല. നമ്മൾ ഗ്യാസ് ഉള്ള സമയത്ത് വിറക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ശരി നമ്മൾ അത് ഉപയോഗിക്കത്തില്ല. നേരെ മറിച്ച് നമ്മൾ വിറക് ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഗ്യാസ് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിറക് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങും. നേരെ മറിച്ച് നമുക്ക് ഗ്യാസ് കിട്ടുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ കാര്യം അങ്ങ് മറക്കും. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. നമ്മൾ വിറകോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഇൻഡക്ഷൻ കുക്കറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കും. കുറേ കഴിയുമ്പോൾ നമുക്കിനിയിപ്പം ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തലത്തിലേക്ക് എത്തും. ഇതേപോലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്ക ഉണ്ടെങ്കിലേ ഞങ്ങൾ ജീവിക്കാൻ പറ്റൂ, അമേരിക്കൻ പട്ടാളക്കാരുണ്ടെങ്കിലേ അവിടെ സെക്യൂരിറ്റി ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ പട്ടാളക്കാരെ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് ട്രംപ് ചിന്തിപ്പിച്ചു. നാളെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സെക്യൂരിറ്റി നോക്കും, ഞങ്ങൾക്ക് വിദേശത്ത് നിന്നും ആരുടെ സെക്യൂരിറ്റി ആവശ്യമില്ല, അവരുടെ താവളം ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമായിട്ട് മാറും എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുമ്പോൾ അവരിലൂടെ നടത്തുന്ന ഇല്യൂമിനാറ്റീസിൻ്റെ നിയന്ത്രണം ഈ ലോകത്ത് നിന്നും ഇല്ലാതാകും. ഈ ഗൾഫ് രാജ്യങ്ങൾ സ്വതന്ത്രമാകും. ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് നിയന്ത്രണങ്ങൾ മൂലം അനുഭവിക്കുന്നുണ്ട്, നമ്മളറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
അവർക്ക് പണമൊക്കെ ഉണ്ട്, പക്ഷേ അവർ അബ്സല്യൂട്ട്ലി അമേരിക്കയുടെ അടിമത്തത്തിൽ കിടക്കുന്നവരാണ്. അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ട്രംപ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അനുമാനം. എന്തായാലും ശരി, നമുക്കിനിയും കാത്തിരുന്ന് കാണാം, കൂടുതൽ ഒബ്സർവ് ചെയ്യാം. താങ്ക് യു.